ഹായ്, ഞാൻ സുധീർ പാലോട്. ഇത് വലംപിരി ഇടംപിരി, അതായത് നാരെന്ന് ഞങ്ങൾ പറയും. ഇതിൻ്റെ വള്ളി ഉരിച്ചാണ് ഞങ്ങൾ വിറകിനൊക്കെ പോകുമ്പോൾ കെട്ടുന്നത്. ഇത് നിറച്ചും പൂത്ത് നിൽക്കുകയാണ്, വനത്തിലാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ മേളിൽ. ഇതിലൂടെയാണ് വലംപിരിയും ഇടംപിരിയും ഉണ്ടാകുന്നത്. ഇത് ചൂരൽ ഉണ്ട്, അത്രയും നീളത്തിനുള്ള ചൂരല. അത് വിളഞ്ഞ് അങ്ങനെ കിടക്കുകയാണ്, ഭയങ്കര മുള്ള. ഇതാ പോകുന്ന വഴിയിൽ ഇറക്കാട്ടിൽ കൂടെ മലയിൽ നിന്ന് ഒലിച്ചു വരുന്നതാണ് ചെറിയ തോട്. ഇത് മറ്റൊരു തോട്. ഇത് മലയോര മേഖലയാണ്, ഫോറസ്റ്റ് ഏരിയ. ഇതുവഴിയാണ് എൻ്റെ അമ്മ തൊഴിലുറപ്പിന് നടന്നു പോകുന്നത്. ഇതിലേ അങ്ങ് മേളിൽ കയറി പോകണം. ഇവിടെയൊക്കെ ഭയങ്കര കാടായിരുന്നു. ഇപ്പോൾ കാടെല്ലാം വെട്ടി മരങ്ങളൊക്കെ നട്ടേക്കാണ്. ഇപ്പം വലിയ കാടില്ല. ഇവിടെയൊന്നും പാലങ്ങളില്ലായിരുന്നു, ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ് പാലം. പണ്ട് ഈ തോട്ടിൽ കൂടെ ഇരുന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോയിക്കൊണ്ടിരുന്ന. ഇത് മലയിൽ നിന്ന് വരുന്നതാണ്. നല്ല തണുപ്പാണ്, കുറച്ച് വെള്ളമേ ഉള്ളൂ. ഇതിങ്ങനെ ഒലിച്ച് താഴോട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അതിൽ ഇറങ്ങി പോവും. കുറച്ച് വെള്ളമേ ഉള്ളൂ, പക്ഷെ നല്ല തണുപ്പാണ്. കാട്ടിനിടയിലൂടെ ഒഴുകി വരണമുണ്ട്, നല്ല തണുത്ത വെള്ളമാണ്. ഇത് വനത്തിലൂടെയുള്ള ഒരു ചെറിയ യാത്ര. നല്ല രസമാണ് വനത്തിലൂടെ നടക്കുന്നത്. ഇത് ഒരു 3 മണി ആവും, 3 മണിയൊക്കെ ആവും വൈകുന്നേരം. ആ സമയത്തുള്ള കാഴ്ചയാണ്. വലിയ ചൂടൊന്നുമില്ല. ഈ മാഞ്ചിയം നട്ടതിന് ശേഷം ഇവിടെ കാടില്ല. കണ്ട, ഇതിങ്ങനെ ഒരു പുല്ല് പോലും പൊടിച്ചു വരില്ല. ഇതിൻ്റെ ഇല വീണ് മെത്ത പോലെ കിടക്കും. അതിലൂടെ നടക്കാം. മുമ്പൊക്കെ ഇതിലൊരു ചെറിയ വഴിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വഴിയൊന്നുമില്ല, ഇങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ പോകണം. നല്ല നല്ല രസമാണ്. ഞങ്ങൾ ഇവിടെ ഫോറസ്റ്റ് ഏരിയ, ഇതിലൂടെ ഇങ്ങനെ നടക്കാനും കുറേയൊക്കെ സമയം പോകാൻ വേണ്ടി നല്ല രസമാണ് ഇങ്ങനെയൊക്കെ നടന്ന്. ഇത് എറമ്പിൻ്റെ കൂട്, എറമ്പ് കൂട് വയ്ക്കുന്ന കണ്ട മരത്തിൻ്റെ മുട്ടിൽ. ഇത്രയും മണ്ണ് അതുകൊണ്ട് നിന്ന് കുഴിയിൽ നിന്ന് എടുത്ത് മേളിൽ കൊണ്ടുവയ്ക്കും. മഴ വരുമ്പോൾ ഇത് നേരെ തിരിച്ചു പോകും. അപ്പോൾ മഴയ്ക്ക് മുമ്പേ അവർ കൂട് റെഡിയാക്കുന്നത്. ഇതിലൂടെ നേരെ നടന്ന് കുറേ ദൂരം നടക്കണം. നല്ല രസമാണ് ഇങ്ങനെ നടക്കാൻ. വേറെ ശല്യമൊന്നുമില്ല, മൃഗങ്ങളുടെ ശല്യമോ അങ്ങനെ ഏതൊന്നുമില്ല. ഇത് മൃഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി കമ്പി കെട്ടിയിരുന്നു. ഇതുവഴിയാണ് നടന്ന് ഞങ്ങളെ വീട്ടിലേക്ക് ഇറങ്ങി പോവേണ്ടത്. ഇത് റബ്ബർ കാട്, ഫോറസ്റ്റ് അതിർത്തി കഴിഞ്ഞു. റബ്ബർ തോട്ടത്തിൽ കൂടെ ഇങ്ങനെ നടന്ന് ആ കാണുന്നതാണ് നമ്മുടെ ഏരിയ. നമ്മുടെ ഏരിയയിൽ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ഇടിഞ്ഞാറ്. അതിലൂടെ നേരെ ഇങ്ങനെ നടന്ന് ഈ റബ്ബർ കാട്ടിൽ കൂടെ ഇങ്ങനെ പോകണം. അങ്ങനെ കാനന യാത്ര ഇവിടെ അവസാനിക്കാൻ പോകുന്നു. വീണ്ടും കാണാം.